വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇപ്പോഴുള്ള ലിമിറ്റഡ് ആർട്ടിസ്റ്റുകളും എപ്പിസോഡുകളെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എപ്പിസോഡുകളെല്ലാം കണ്ടവർക്ക് മനസ്സിലായി കാണാം. രണ്ടാഴ്ച എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളൊരു എപ്പിസോഡുകളായിരുന്നു. പക്ഷേ ഈ ആഴ്ച തുടങ്ങിയത്, അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ എപ്പിസോഡുകൾ കുറച്ച് താളം തെറ്റിയിട്ടാണ് വരുന്നത്. ഇന്നലത്തെ എപ്പിസോഡെല്ലാം അത്രത്തോളം എക്സ്ട്രോർഡിനറി എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം കോമഡി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ആവറേജ് എപ്പിസോഡുകൾ മാത്രമായിരുന്നില്ല. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് ഇല്ലാത്തത് തന്നെയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഫുൾ ഫാമിലി എപ്പിസോഡുകളായിരുന്നു. അതായത് ബാലുവും നീലുവും എല്ലാ മക്കളും. ബാലു ഇല്ലാത്തത് എപ്പിസോഡ് എല്ലാത്തിലൊരു കുറവ് തന്നെയാണ്. അത് ഈ ഒരു 2-3 എപ്പിസോഡായിട്ട് അറിയുന്നത് തന്നെയുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് ആകെ ഉണ്ടായിരുന്നെന്ന് പറയാൻ കേശുവും നീലുവും പാറുക്കുട്ടിയും റാംകുമാറും ഹൈമവതിയും ദീയും. ഈ ഒരു 6 ക്യാരക്ടേഴ്സാണ്. അതിൽ 3 ക്യാരക്ടേഴ്സും അത്രത്തോളം പ്രേക്ഷക പ്രീതി നേടാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം മെല്ലെ മെല്ലെ അവർ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ ഓഡിയൻസ് എല്ലാവരും. അതുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളെല്ലാം ഉപ്പുമുളകിന് മാറി നിൽക്കുന്നത് കൊണ്ട് അധികം എപ്പിസോഡുകളൊക്കെ കുറച്ച് ആവറേജ് എപ്പിസോഡായിട്ടാണ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ വന്ന എപ്പിസോഡ്, അതായത് സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് വരെ വന്ന എപ്പിസോഡുകളെല്ലാം ഇതിന് മുമ്പത്തെ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന എപ്പിസോഡുകളാണ്. ആ ഷെഡ്യൂളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് സ്ട്രീം ആവാൻ തുടങ്ങിയ എപ്പിസോഡുകൾ ഇപ്പോൾ തുടങ്ങിയ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ്. ആ ഒരു ഷെഡ്യൂളിൽ ആരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല അധികം തന്നെ. അതായത് ബാലുവോ ശിവാനിയോ ലച്ചുവോ സുരേന്ദ്രനോ ഇവരാരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ബാലുവിൻ്റെ കാര്യം എടുത്താൽ ബാലു വേറൊരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ കാര്യമുള്ളത് കൊണ്ടാണ് ഉപ്പുമുളകിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത്. ഉടൻ തന്നെ ഉപ്പുമുളകിലോട്ട് ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. പിന്നെ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും വരാൻ ചാൻസസ് ഇല്ല. ആ ഒരു ഗ്യാപ്പ്, അതായത് ഹൈമോദി ഉണ്ടാവാത്ത ആ ഒരു ഗ്യാപ്പിലാണ് സുരേന്ദ്രനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഹൈമോദി തിരിച്ചു വന്ന സ്ഥിതിക്ക് സുരേന്ദ്രൻ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു ലോങ് ലീവ് എടുക്കാതെ സുരേന്ദ്രൻ തിരിച്ചു വരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അടുത്തത് ലച്ചുവിൻ്റെ കാര്യം. ലച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂളിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലച്ചു ഈ കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ടായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് തിങ്കളാഴ്ച തന്നെ പുറപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ലച്ചു തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഒരു ദിവസം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബുധനാഴ്ച തൊട്ട് ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പിസോഡുകൾ നമുക്കൊരു ഫ്രൈഡേ ഒക്കെ ആയിരിക്കും ലച്ചുവിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. പിന്നെ ശിവാനിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവാനി ഇനിയിപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ വരേക്കും അധികം അങ്ങനെ ആക്റ്റീവായിട്ട് ഇപ്പോൾ മുളയിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മാർച്ച് മാസം പറയുന്നത് കുട്ടികളുടെയൊക്കെ എക്സാം ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശിവാനി എല്ലാ ഇയറും ലീവ് എടുക്കുന്നത് പോലെ ഈ ഒരു ഇയറും ഒരു ലോങ് ലീവ് എടുക്കാൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു എപ്പിസോഡിൽ വന്നു പോകുകയല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപ്പുമുളകും ടീമിൻ്റെ ഒപ്പം ഇതുവരെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പോലെ ഉണ്ടാവാൻ ഇനി അങ്ങോട്ട് ചാൻസസ് ഇല്ല. ഇനി ഏപ്രിലാവും ശിവാനി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിലോട്ട് വരാനായിട്ട്. പകരം ഉപ്പുമുളകിലുള്ളത് കേശുവും നീലും പാറുക്കുട്ടിയും റാംകുമാറും ഹൈമവതിയും ദീയും. ഇവർ 6 പേര് വെച്ചാണ് ഉപ്പുമുളകും തൽക്കാലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉപ്പുമുളകിൽ എടുത്തറിയുന്നതുകൊണ്ട് ഈ ഒരു പഴയ ആർട്ടിസ്റ്റുകൾ, അതായത് ബാലുവും ലച്ചുവും ഇവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഉപ്പുമുളകിൽ നന്നായിട്ട് പറയുന്നുണ്ട്. ഉടൻ തന്നെ ഇപ്പോൾ ഇവർ ഞാൻ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇവരെല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളക് വീണ്ടും അവർ കഴിഞ്ഞ ആഴ്ചയിലുള്ള എപ്പിസോഡുകളെ പോലെ അടിപൊളി എപ്പിസോഡുകൾ തിരിച്ചു വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരുന്നു. മുടീൻ്റെ ആ ഒരു റെഫറൻസൊക്കെ അതൊക്കെ ഒരു തിരിച്ചു വരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ മുളകിൽ ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്? അതായത് ഈ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്ത് തൊട്ടുള്ള എപ്പിസോഡുകളിൽ ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.